പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഗുണ്ടകൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ 4-5 ആളുകൾ ഒരുമിച്ച് വന്നാലേ ഇങ്ങനെ അടിച്ചിടോടി എന്നൊക്കെ പറഞ്ഞ് നീ ഉരുക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയൂട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആ ഗുണ്ട പറയാണ്, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ നിന്നെ ഇങ്ങനെ കെട്ടി തൂക്കാനാണ്. എന്തായാലും നീ ഇവിടുന്ന് ഇനി എന്തായാലും പുറത്തു പോകാൻ പോകണില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ദേഷ്യമാണ്. കെട്ടിയിട്ടോണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നന്ദുവിനാണെങ്കിലും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പിന്നീട് അനാമികയും അതുപോലെ തന്നെ അച്ഛനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ വേണുവിൻ്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക ഫോൺ എടുക്കാനായിട്ട് പറയട്ടെ. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ ആ ഗുണ്ട തന്നെയായിരിക്കും വിളിക്കുന്നത്. എന്തായാലും അവളെ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ വേണു പറയും, ഇനി അവളെ കെട്ടി തൂക്കണം എന്ന് പറയൂ കേട്ടോ. ഇനി അവളുടെ ശല്യം ഒന്നും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് അവരോടും. പിന്നീട് അനാമികയോടും അമ്മേനോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയാണ്. നന്ദുവിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇങ്ങനെ മോളുടെ ജീവിതത്തിൽ അവളൊരു പ്രശ്നം ഉണ്ടാക്കാനും വരില്ല. ഇനി എന്തായാലും അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇത് പൊല്ലാപ്പോ ആവോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ അവളെങ്ങനെ കെട്ടി തൂക്കാൻ പറഞ്ഞു അല്ലേ എന്നൊക്കെ ഇങ്ങനെ കൊല്ലാൻ പറഞ്ഞു അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, അങ്ങനെ കൊല്ലാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മുൻപ് ഇതുപോലെ ഒരാളെങ്ങനെ കൊല്ലാനൊക്കെ നടന്നിട്ടുണ്ട്, അന്നും ഇത് പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണു പറയാണ് കേട്ടോ. അതെനിക്ക് പുതിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. ഇനി എന്തായാലും അവളുടെ പ്രശ്നം മോളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, മോൾക്ക് ധൈര്യമായിട്ട് അനന്തപുരിയിലേക്ക് പോവാം എന്നൊക്കെ പറയണം. അനാമയ്ക്കാണെങ്കിലും നന്ദുവിനെ ഇങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നയനേനെ പിടിച്ച് തള്ളിയതിനാണല്ലോ നന്ദു അനാമികേനെ അടിച്ചിട്ടുള്ളതും. അതും അവർ പറയുന്നുണ്ടായിരുന്നു, ശരീരസുഖമില്ലാത്ത ചേച്ചീനെ പിടിച്ച് തള്ളിയതിനാണ് അനിയത്തി ഇങ്ങനെ എൻ്റെ മോളെ പിടിച്ച് അടിച്ചിട്ടത്. അതെന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്നൊക്കെ രേവതി പറയട്ടെ. അവൾക്ക് എന്താ ഇത്ര ശരീരസുഖമില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയാണ്, വല്യമ്മയാണെങ്കിൽ ഇങ്ങനെ വല്യമ്മയ്ക്ക് കരൾ കൊടുത്ത ആ പെൺകുട്ടീനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ നന്മമാരായിട്ടുള്ള അവൾ കരൾ കൊടുത്തു എന്നൊക്കെ പറയും ചിലപ്പോൾ എന്ന് പറയട്ടോ. അപ്പോൾ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മോളെ, അതിനൊക്കെ തെളിവ് വേണ്ടേന്ന് വേണു ഈ സമയത്ത് പറയാണ് കേട്ടോ. അവൾ ചിലപ്പോൾ അതും അതിനപ്പുറം പറയും. അല്ലെങ്കിലും ഇങ്ങനെ അമ്മായിയമ്മേനെ വെറുക്കുന്ന അവളിങ്ങനെ അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുക്കുമോ എന്നൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അവർ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ അബീനെ ഒന്ന് ചൂട് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ നവ്യനെ അവൻ തന്നെ അവിടുന്ന് പുറത്താക്കിക്കോളും. അതുപോലെ തന്നെ അബിയും ജലജയൊക്കെ നവ്യനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ. അങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ രേവതി പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അബീനെ നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ചാൽ അവൻ തന്നെ നവ്യനെ അവിടുന്ന് പുറത്താക്കിക്കോളും. എന്തായാലും ഇപ്പം അനിയത്തിയുടെ കാര്യം തീർന്നല്ലോ, അത് കഴിഞ്ഞിട്ട് മതി ഇനി ചേച്ചിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. നവ്യനോടാണെങ്കിലും അനാമയ്ക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പോൾ അതും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് വന്നിട്ടാണെങ്കിലും നയനെ വിളിച്ചിട്ട് ഇപ്പം നന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു. നന്ദു എവിടെ പോയതെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, നന്ദു ചിലപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും, ഞാൻ അവരെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പം നയന അവരെയൊക്കെ വിളിച്ചു, അവിടെയൊന്നും ചെന്നിട്ടില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത് എന്ന് ആദർശ് ഇങ്ങനെ അനീനോട് പറയുകയും ചെയ്യും. അപ്പം അതുപോലെ പിന്നെ അനി പറയുന്നുണ്ടായിരുന്നു, അനാമികയായിട്ടുണ്ടായ പ്രശ്നത്തിൽ ഇങ്ങനെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവളങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇനി അതിൻ്റെ ഇങ്ങനെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇനിയിപ്പോൾ ഇവിടുന്ന് മാറി നിന്നാണോ എന്ന് പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും ഇങ്ങനെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനി പറയാണ്, നന്ദുവിൻ്റെ ശത്രു ഇങ്ങനെ ഈ വീട്ടിലുള്ള അവൾ തന്നെയാണല്ലോ എന്ന് പറയൂട്ടോ, അനാമിക തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അവർ പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ സ്കൂട്ടർ ഇങ്ങനെ വഴിയിലിരിക്കുന്നത് അനി കാണുകയാണ് കേട്ടോ. അപ്പോൾ അനി വേഗം പെട്ടെന്ന് തന്നെ അവിടെ ചെന്നിട്ട് നമ്പറൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദൃശ്യം അവിടേക്ക് എത്തും. അപ്പോൾ ഇത് നന്ദുവിൻ്റെ സ്കൂട്ടർ തന്നെയാണെന്ന് പറയും. അപ്പോൾ നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇതിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണെന്ന് പറയട്ടെ. പിന്നെ അവർ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ മുന്നിലാണ് ആ സ്കൂട്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ക്യാമറ ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവർ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു ആദർശ്. അപ്പോൾ എന്താ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്ന് പറയുമ്പോൾ അങ്ങനെ അയാൾക്ക് അറിയായിരുന്നു കേട്ടോ ആദർശിനെ. എന്തായാലും ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കാണാനില്ല, ഈ വീടിൻ്റെ മുന്നിൽ നിന്നാണ് അവളുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ നിന്നാണ് കാണാതായത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും സാറൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും അകത്തേക്ക് കൊണ്ടുപോയിട്ട് CCTV ഫുട്ടേജൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നന്ദുവിനെ അവിടെ നിന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് കാറിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ അതിലുണ്ടായിരുന്നു. അത് കാണുന്ന സമയത്താണെങ്കിൽ അയാളും പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ അനിയത്തിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണല്ലോ എന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് അന്വേഷിക്കാം. പിന്നെ അയാളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം നയനയാണെങ്കിൽ ഇങ്ങനെ ആദർശിനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയും, ഇനിയിപ്പോൾ എങ്ങനെ നയനയാണല്ലോ വിളിക്കുന്നത്, എന്ത് മറുപടി പറയും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ ഇപ്പോൾ കോൾ എടുക്കണ്ട, നമുക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയുടെ കോൾ ആദർശം എടുക്കാത്തതുകൊണ്ട് തന്നെ ഗോവിന്ദനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളെ ഇങ്ങനെ എടുക്കുന്നില്ല എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എടുക്കുന്നില്ല
നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോലീസിൽ അറിയിക്കേണ്ടി വരുമോ എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആദർശേട്ടനെ അറിയിച്ചോളും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുന്നത്. മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും എല്ലാം തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളാണെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യുന്നുമില്ല. എന്താ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കനകയാണെങ്കിലും സങ്കടം പറയുന്നുണ്ടായിരുന്നേ. നന്ദുവിനോട് ഏറ്റവും വലിയ ശത്രുത ഉള്ളത് അനാമികയ്ക്ക് തന്നെയാണല്ലോ. അപ്പം നൈന ആ കാര്യങ്ങളും പറയാണ് കേട്ടോ. അനാമിക അവളുടെ വീട്ടുകാരൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അനാമിക ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത കാര്യങ്ങളും ഒക്കെ നൈനയ്ക്ക് സംശയമുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അനിയുടെ ജീവിതം തകരുന്നത് കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും അവൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് പറയാനും നിവൃത്തിയില്ല. എല്ലാം ഉള്ളിൽ വെച്ച് നടക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നൈനയ്ക്ക് നല്ല ഉറപ്പായിരുന്നല്ലോ നൈന കാച്ചി വെച്ചത് നല്ല പാൽ തന്നെയാണ്. അവളും ഇങ്ങനെ അതുപോലെ തന്നെ അവളുടെ അമ്മയും ഇങ്ങനെ നവ്യേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടും നവ്യേച്ചിനെ കെടുത്താൻ വേണ്ടിയിട്ടും അങ്ങനെ അവർ തന്നെയായിരിക്കും ആ പാലിൽ വിഷം ചേർത്തത്. അതെനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അവളെ ഇങ്ങനെ സ്വന്തം മരുമകളായിട്ട് സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറയും. അതാണ് പ്രശ്നം എന്നൊക്കെ പറയും. ആദർശ് മോനോടെങ്കിലും ഈ സംശയം പറയായിരുന്നില്ല എന്ന് കനക ചോദിക്കുമ്പോൾ ആദർശേട്ടന് ഇതേ സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നേ. അനിയാണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കടകളിലും ഇങ്ങനെ കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വണ്ടീനെ കുറിച്ച് എങ്ങോട്ടോ പോയത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആദർശിനോട് വന്നിട്ട് കാര്യം പറയാണ്. അവർക്ക് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദർശ് പറയും. അതിൻ്റെ ഇടയ്ക്ക് നൈനിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏട്ടത്തിയാണല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ പറയാന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ് പറയും, നമുക്കിങ്ങനെ ക്യാമറ ഉള്ള കടകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം, എന്നാൽ പിന്നെ നമുക്ക് അവരെവിടേക്കാണ് പോയതെന്നൊരു വിവരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവർ അതിനായിട്ട് പോവുകയാണ്. പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ കെട്ടിയിട്ടുകൊണ്ട് തന്നെ നന്ദുവിന് അതിൽ നിന്ന് ഊരി രക്ഷപ്പെടാനായിട്ട് ഒരു ഇതും കാണുന്നില്ല. നന്ദു കുറേ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഗുണ്ടയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്തേക്കും ആദർശാണെങ്കിലും പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ആ ഗുണ്ടേനെ അങ്ങ് തട്ടി ഇടുന്നുണ്ടായിരുന്നേ. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, ആരാ ഇടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദർശവും അനിയും നിൽക്കുന്നത് കാണും. അപ്പോൾ അവരുടെ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കുകയാണ്. പിന്നീട് അവിടെ എല്ലാവരെയും അടിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അനിയാണെങ്കിലും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് കയറൊക്കെ ഊരി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കയറ് ഊരി കൊടുക്കുന്ന സമയത്താണെങ്കിലും നന്ദുവിനെ പെട്ടെന്ന് തന്നെ ഒരു ഗുണ്ട വന്നിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ നന്ദു ആണെങ്കിൽ അനിയുടെ മേലെ കൂടെ അങ്ങ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തായാലും ഗുണ്ടകളൊക്കെ അടിച്ചിട്ട് അവർ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തും നന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അനാമികയുടെ അച്ഛനെ നല്ല സംശയമുണ്ട്, ഇവരെ വിട്ടത് ഇങ്ങനെ അനാമികയുടെ അച്ഛനാണോ എന്നിങ്ങനെ പറയുക. അപ്പോൾ നമുക്കിങ്ങനെ അത് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ സംശയം വെച്ച് ആരെയും പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോരുകയാണ് കേട്ടോ. പിന്നീട് അനാമികയും അമ്മയും ഇങ്ങനെ എല്ലാവരും കൂടെ പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. നന്ദുവിനെ എന്തായാലും ഗുണ്ടകൾ പിടിച്ച സന്തോഷമാണ്. അപ്പോൾ എന്താ ഈ അച്ഛ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയി മോളെ, ഇനിയിപ്പോൾ എന്തായാലും മോൾക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാം, ഇനി നന്ദുവിൻ്റെ ശല്യം ഉണ്ടാവില്ല, അവളുടെ കഥ ഇന്നത്തോടുകൂടി തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണു പറയുന്ന സമയത്താണെങ്കിലും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും അനാമിക നന്ദു അടിച്ചിട്ട് കാര്യം തന്നെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അത്രയും ശക്തി എടുത്താണ് എന്നെ ഇങ്ങനെ അടിച്ചതും നിലത്തിട്ട് ചവിട്ടിയതും, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അനിയുടെ പിറകെ നടക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു, കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറയട്ടോ. ഒരുപാട് തവണ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ താക്കീത് കൊടുത്തതാണ്, എന്നിട്ടും അവൾ അനിയുടെ പിറകിൽ നിന്ന് മാറിയില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പാഠമായിക്കോട്ടെ എന്ന് പറയൂട്ടോ. അവരിങ്ങനെ അവിടെ സങ്കടപ്പെട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ട് ഇതൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പോകുന്ന സമയത്ത് ആ ഗുണ്ടകളിൽ ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് അത് അവനാണല്ലോ എന്ന് പറഞ്ഞ് വേഗം കോൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗുണ്ടയാണെങ്കിലും പറയും, അവളുടെ കാര്യമെല്ലാം ശരിയാക്കി, അവളെ കെട്ടി തൂക്കിയിട്ടുണ്ട്, ഇനി സാറ് പറഞ്ഞ ബാക്കി പൈസയും കൂടെ അയക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ആ ഗുണ്ടയുടെ ശബ്ദത്തിലാണെങ്കിലും ഒരു പതർച്ചയുള്ളതുകൊണ്ട് തന്നെ നിന്റെ അങ്ങനെ ശബ്ദത്തിന് എന്താ എത്ര ആവശ്യത എന്ന് ചോദിക്കട്ടോ. അതൊരു ഫൈറ്റ് നടന്നു, ഒന്നും പറയണ്ട, എന്തായാലും അവളെന്തായാലും കെട്ടി തൂക്കിയിട്ടുണ്ട്, സാറ് ബാക്കി പൈസയും കൂടെ അയക്കുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അയക്കാമെന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അയാൾക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവളുടെ കാര്യമെല്ലാം തീരുമാനമായി എന്ന് പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിലും അപ്പോൾ എന്തായാലും പിന്നീട് പൈസയൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് വല്ല പൊല്ലാപ്പും ആവുമോയെന്ന് രേവതി ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ പൊല്ലാപ്പായാലും കുഴപ്പമൊന്നുമില്ല എന്ന് അതുപോലെ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാര്യം നടന്നല്ലോ എന്ന് പറയും. അപ്പോൾ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇതങ്ങനെ പൊല്ലാപ്പായാലും ഇങ്ങനെ കുടുങ്ങാനൊന്നും പോകുന്നില്ല, കാരണം ഇങ്ങനെ ആ ഗുണ്ടകൾ വിളിച്ചിട്ടുള്ള നമ്പറാണെങ്കിലും മരിച്ചു പോയതിൻ്റെ ചേട്ടൻ്റെയാണ്, അതുകൊണ്ട് അത് ആ വഴിക്ക് എന്തായാലും അന്വേഷണം പോവില്ല എന്നൊക്കെ പറഞ്ഞ് വേണു പറയാണ്. പിന്നീട് ആദർശാണെങ്കിലും അനീനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. പിന്നെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഏട്ടത്തി വിളിച്ച് നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങായിരുന്നു എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുള്ളൂ, അതുകൊണ്ട് അതുവരെ നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കും ബുദ്ധിമുട്ടായില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഇങ്ങനെ ഏട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഇപ്പോൾ നന്ദുവിൻ്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയട്ടോ. പഴയ ആദർശേട്ടനല്ല ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് പറയും. പിന്നെ നന്ദുവിനോട് വിശക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പ് ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ ആഹാരമൊക്കെ തന്നിരുന്നു, പക്ഷെ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ ആ അവസ്ഥയിലിരിക്കുമ്പോൾ ആർക്കും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ, ഞാനങ്ങ് വഴങ്ങി കൊടുത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കൊണ്ട് വെയിറ്റർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ആ സമയത്താണ് അനാമികയുടെ അച്ഛൻ്റെ വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അനാമികയുടെ അച്ഛനാണെങ്കിലും നന്ദു അനിയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ആ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുന്നുണ്ടായിരുന്നേ. അവർ പുറത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്, പക്ഷേ ഇങ്ങനെ ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ അങ്ങനെ അവരെ നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ പുറത്തേക്ക്. അപ്പോൾ അനാമികയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അവളല്ലേ എന്ന് പറഞ്ഞിട്ട് അനാമികയും അങ്ങ് നോക്കുകയാണ് കേട്ടോ. അവളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു ഷോക്കാവുന്നുണ്ട്. അവളെങ്ങനെ കെട്ടി തൂക്കി എന്നൊക്കെ ഗുണ്ടകൾ വിളിച്ച് പറഞ്ഞാണല്ലോ. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവളെങ്ങനെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ അച്ഛൻ അയച്ചു തന്നല്ലേ, പിന്നെ അതെന്താ സംഭവിച്ചത്, അവരാണെങ്കിൽ അവളെ കെട്ടി തൂക്കി എന്ന് പറഞ്ഞ് പൈസയും വാങ്ങിച്ചല്ലോ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ എന്താ അച്ഛാ ഇതെന്നൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നന്ദു ആ ഗുണ്ടേനെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക ദേഷ്യത്തോടു കൂടി പറയും, ഇനി എന്തായാലും വിളിച്ചിട്ട് കിട്ടില്ല, അവരെന്തായാലും പൈസയായിട്ട് മുങ്ങി എന്ന് പറയൂട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവൾ തന്നെയല്ലേ എന്ന് വീണ്ടും ഇങ്ങനെ വേണു ചോദിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ രാത്രി ആയിരുന്നെങ്കിൽ അവളുടെ പ്രേതാണെന്ന് പറയായിരുന്നു. ഇതിപ്പോൾ പകലായതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ, അത് അവൾ തന്നെയാണ് എന്ന് പറയട്ടു. അനാമികയ്ക്കാണെങ്കിലും നന്ദു അനിയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വേണു അതുപോലെ തന്നെ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.